കഴിഞ്ഞ 5 വർഷക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ലാബിൽ തന്നെ മൈക്രോബയോളജി ലാബിൽ തന്നെ ഇത് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ ആ നിമിഷം തന്നെ എവിടെയാണെന്നാൽ തിരുവനന്തപുരത്താണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും അവിടേക്ക് പോകുന്നൊരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അവിടെ പോയി എല്ലാവരും ആദ്യത്തെ മീറ്റിംഗ് അടിയന്തരമായിട്ട് തിരുവനന്തപുരത്ത് തന്നെ വിളിച്ചു ചേർക്കും. അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഡയറക്ടേഴ്സും DHSും DMEയും അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും മലപ്പുറത്തെയും ഒക്കെ ആളുകളും എല്ലാം ചേർന്നിട്ടുള്ള മീറ്റിംഗ് എടുക്കും. ദൂരെയുള്ളവർ ഓൺലൈനായിട്ട് ചേരും. പിന്നെ ഉടനെ കോഴിക്കോടേക്ക് പോകും. കാരണം ഇവർക്കൊരു ധാർമ്മികമായിട്ടുള്ള പിന്തുണ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഫീൽഡ് ആക്ടിവിറ്റിയും വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശോധനകൾ നടത്തുക, കോൺടാക്ട് ട്രേസിംഗ് നടത്തുക, അതിൽ കൃത്യമായി ഒരാളും വിട്ടുപോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക. ഇനി ആരെങ്കിലും കോൺടാക്റ്റിൽ ഉള്ളവർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുക. നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട്, അതാണ് ഒരു ശാസ്ത്രീയ അടിത്തറയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തന രീതിയും പ്രോട്ടോക്കോളും ഗൈഡ് ലൈനുമാണ് നമുക്കുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എങ്ങനെയാണെങ്കിലും ഒറ്റ കാര്യമേ മാത്രമേ പറയുള്ളൂ. പൊതുസമൂഹത്തിൻ്റെ നിന്നുകൊണ്ട് പറയുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന നിലയിൽ, ജനങ്ങളെ ഭയപ്പെടുത്തുന്ന നിലയിലുള്ള അലംഭാവങ്ങൾ ഉണ്ടാകാനായിട്ട് പാടില്ല. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം, രോഗപ്രതിരോധം ഉണ്ടാകണം. പരമാവധി ഇപ്പോൾ മോണോക്ലോണൽ ആൻറ്റിബോഡി ഉൾപ്പെടെ നൽകിക്കൊണ്ട് ആ പേഷ്യൻറ്റിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഉണ്ടാകണം. ഇത്ര മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞിട്ടും അത് സാധിക്കാതെ റെംഡെസിവിർ ഉൾപ്പെടെയുള്ള മെഡിസിൻ എത്തിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് അത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയായിട്ടേ കാണാൻ കഴിയുള്ളൂ.